ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഡിലീറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡിലീറ്റ് ആയിപ്പോയ ഫോട്ടോകൾ, അതുപോലെ തന്നെ നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും ഡിലീറ്റ് ചെയ്തു പോയ ഫോട്ടോകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഡിലീറ്റ് ആയ ഫോട്ടോകൾ നമുക്ക് റിക്കവർ ചെയ്ത് തിരിച്ച് എടുക്കാനായിട്ട് സാധിക്കും. അത് എങ്ങനെ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ഫോട്ടോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഈ ആപ്ലിക്കേഷനിൽ താഴെ ലൈബ്രറി എന്ന സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ ഒരുപാട് ഫോൾഡർ കാണാം. അതിൽ ഞാനിവിടെ അസി എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫോട്ടോസ് കാണാം. ഈ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് ഇവിടെ എൻ്റെ മൊബൈൽ ഫോണിലുള്ള ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗാലറിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ ഫോട്ടോ ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റൊരുപാട് ഫോട്ടോസ് ഉണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോസ് ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് എന്നിട്ട് താഴെ കാണുന്ന ഡിലീറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഭാഗത്ത് ഡിലീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അത് എൻ്റെ ഫോൺ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആയി. ഇനി ഗൂഗിൾ ഫോട്ടോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അത് കാണാനായിട്ട് പറ്റത്തില്ല. ഇവിടെ നോക്കിയ ലൈബ്രറി എന്ന സെക്ഷനിൽ വന്നിട്ട് ആ ഒരു ഫോൾഡർ നോക്കുമ്പോൾ ആ കുറച്ച് ഫോട്ടോകൾ ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയ ഫോട്ടോകൾ റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാമെന്ന് നോക്കാം. അതിനായി ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഡിസ്ക്ടിക്കർ എന്ന പേരുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അന്നേരം ഇങ്ങനൊരു ഇൻ്റർഫേസിൽ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ മുകളിൽ സെർച്ച് ഫോർ ലോസ്റ്റ് ഫോട്ടോസ് എന്ന ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പെർമിഷൻ ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ ലോഡിംഗ് ആയിട്ട് സ്കാനിങ് ആയിട്ട് വരും. എന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് മുമ്പ് ഡിലീറ്റ് ആയ എല്ലാ ഫോട്ടോകളും ഇവിടെ ഇതേപോലെ സ്കാനിങ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇവിടെ താഴെ ഒരുപാട് ഫോട്ടോകൾ ഇങ്ങനെ കൗണ്ടായിട്ട് സ്കാൻ ആവുന്ന കാണാൻ പറ്റും. അതുപോലെ ഇവിടെ സ്കാനായി വന്ന ഫോട്ടോകൾ ഇതേപോലെ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നോക്കാനും പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഫോൺ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ആ ഫോട്ടോകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിലിവിടെ കണ്ടോ ഒരു 1-2 ഫോട്ടോ ഉണ്ട്. ഞാനത് ഒരു ഫോട്ടോയുടെ സൈഡിൽ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫോട്ടോസ് നമുക്കിവിടെ സെലക്ട് ചെയ്യണം. അതേപോലെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. തുടർന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫോട്ടോയുടെ സൈഡിലുള്ള 3 ഡോട്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. റിക്കവറി ദിസ് ഫയൽ ഓപ്ഷൻ. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോട്ടോ റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാം. അതിനുള്ളിൽ സേവ് ദിസ് ഫയൽ ലൊക്കാലിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണുകളിലേക്ക് ഫോട്ടോകൾ സേവ് ചെയ്തെടുക്കാം. അതുപോലെ ഇവിടെ ഫയൽ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഫോട്ടോയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതേപോലെ പോപ്പ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിക്കും. അതുപോലെ ഇവിടെ ഡിലീറ്റ് പെർമനൻ്റ്ലി എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെലക്ട് ചെയ്ത ഫോട്ടോകൾ ഇവിടെ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. അടുത്തത് ഈ ആപ്ലിക്കേഷന് മുകളിൽ ഒരു സെറ്റിംഗ്സ് ഐക്കൺ കാണാം. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വരും. ഇതിൽ തമ്പനയിൽ സൈസ് നമ്മുടെ ബാക്കിലുള്ള ഫോട്ടോകളൊക്കെ ഏത് സൈസ് വേണം, സ്മാൾ, മീഡിയം, ലാർജ് എന്നിങ്ങനെ 3 സൈസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് സൈസിൽ വേണമെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഞാനിവിടെ മീഡിയം കൊടുത്തപ്പോൾ കണ്ടോ ഇതേപോലെ മീഡിയം സൈസിൽ വരും. ലാർജ് കൊടുത്താൽ ലാർജിൽ വരും. അതിനിടയിൽ മിനിമം ഫയൽ സൈസ് ബൈറ്റ്സ് അത് 10,000 ആണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ടാനും കുറക്കാനും പറ്റും. അതുപോലെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഇവിടെ മിനിമം ഫയൽ ഡേറ്റ്, മാക്സിമം ഫയൽ ഡേറ്റ് ഒക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഡേറ്റ് വരെയുള്ള ഫോട്ടോകളൊക്കെ നമുക്കിവിടെ റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ മിനിമം ഫയൽ സൈസ് ബൈറ്റ്സ് കുറക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മുകളിൽ അത് അൺടിക്ക് ചെയ്താൽ മതി. പിന്നെ ഞാനിവിടെ തമ്പനയിൽ സൈസ് ലാർജിന് മുകളിൽ സെലക്ട് ചെയ്തു. ശേഷം ഞാനിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് വന്നു. പിന്നെ ഇവിടെ മുകളിൽ ക്വസ്റ്റ്യൻ ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷന് ഉപയോഗിക്കേണ്ട മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇൻട്രോ പോലെ ആയിട്ട് ഇതേപോലെ പോപ്പായിട്ട് വരുന്നത് കാണാൻ പറ്റും. അതൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കുക നമ്മൾ. ഓക്കെ, അതിൽ മുകളിൽ പ്ലേ ആയിട്ടുള്ള ബട്ടന് നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് പൗസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡിലീറ്റ് ആയ ഫോട്ടോകൾ റിക്കവറി ആയിട്ട് സ്കാനായി വരുന്ന ഫോട്ടോകൾ ഇവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മൾ മുകളിൽ വീണ്ടും അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അന്നേരം നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയ ഫോട്ടോകളൊക്കെ ഇവിടെ സ്കാൻ ആയിട്ട് റിക്കവറി ആയി വരുന്നത് കാണാൻ പറ്റും. കൂടാതെ ഇവിടെ മുകളിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്കാനായി വരുന്ന എല്ലാ ഫോട്ടോസും സെലക്ട് ആവും. എന്നിട്ട് ഇവിടുന്ന് എല്ലാ ഫോട്ടോസും ഒന്നിച്ച് നമുക്ക് റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇനി അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അൺസെലക്റ്റഡ് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോകളൊക്കെ ഇവിടെ അൺസെലക്ട് ആവും. അതുപോലെ ഇതിലിവിടെ സോർട്ട് ബൈ സൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോകളൊക്കെ സോർട്ട് ബൈ സൈസായിട്ട് ഇങ്ങനെ മാറി മാറി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അതിനിടയിൽ
ഡിലീറ്റ് പെർമനൻ്റ്ലി എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള എല്ലാ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ അബൌട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയ എല്ലാ ഫോട്ടോകളും ഫുൾ സ്കാൻ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്കാൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വരും. അതിൽ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടുന്ന് നമുക്ക് ഡിലീറ്റ് ആയ ഏതെങ്കിലും ഫോട്ടോസ് നമുക്ക് റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമായ ഫോട്ടോസ് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഡിലീറ്റ് ആയ ഫോട്ടോകൾ എനിക്ക് റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമായ ഏത് ഫോട്ടോ ആണ് നമുക്ക് തിരിച്ചെടുക്കേണ്ടത് ആ ഫോട്ടോസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ നേരത്തെ ഡിലീറ്റ് ചെയ്ത ആ ഫോട്ടോസും ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ സ്കാനായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം താഴെ കാണുന്ന റിക്കവർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. ഇവിടെ നമ്മുടെ ഈ ഫോട്ടോകൾ എവിടെ സേവ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷന് ക്ലൗഡ്, സെക്കൻഡ് ഓപ്ഷന് ഫോൺ ഗാലറി, തേർഡ് ഓപ്ഷന് FTP സെർവറാണ്. അപ്പോൾ നമുക്കിവിടെ ഫോൺ ഗാലറിയിലേക്കാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോൺ ഗാലറി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു ഭാഗം വരും. ഇവിടെ നമ്മുടെ ഫോൺ ഗാലറിയിൽ ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന യൂസ് ദിസ് ഫോൾഡർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പെർമിഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അലോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അലോ ചെയ്ത് കൊടുക്കുക. അന്നേരം ഇവിടെ നോട്ടിഫിക്കേഷൻ വന്ന് കണ്ടോ, ഫയൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയ ഫോട്ടോകൾ ഇവിടെ റിക്കവറി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് സേവ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബാക്ക് അടിച്ചിട്ട് ബാക്ക് വരുന്നു. ഇനി ഞാനിവിടെ എൻ്റെ ഫോൺ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നേരത്തെ ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും അതുപോലെ തന്നെ അല്ലാത്ത മറ്റ് ഫോട്ടോസൊക്കെ ഇവിടെ ഞാൻ റിക്കവർ ചെയ്ത് ഇവിടെ തിരിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് ഇവിടെ റിക്കവറായി തിരിച്ചു വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയ ഫോട്ടോകൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഡിസ്ക് ഡിഗർ ആപ്ലിക്കേഷന് മുകളിൽ സെർച്ച് ഫോർ ലോസ്റ്റ് വീഡിയോസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ബീറ്റാ വെർഷൻ ആണ്. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയ ഫോട്ടോകൾ റിക്കവർ ചെയ്ത് തിരിച്ചെടുത്ത പോലെ തന്നെ ഇവിടുന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയ വീഡിയോകൾ റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ ഇതിലൂടെ വാട്ട് ഈസ് ദിസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബേസിക് സ്കാൻ എന്നൊക്കെ ഇതിൽ കാണിക്കുക. അതായത് നമ്മളിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതൊക്കെ ബേസിക് സ്കാൻ ആണ്. ഇതിൽ തന്നെ കൂടുതൽ ഫീച്ചറൊക്കെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ റൂട്ട് ചെയ്തതായിരിക്കണം. അടുത്തത് ഇതിലൂടെ താഴെ വൈപ്പ് ഫ്രീ സ്പേസ് എന്ന ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം വരുന്ന ഭാഗത്ത് സ്റ്റാർട്ട് വൈപ്പിംഗ് ഫ്രീ സ്പേസ് എന്ന ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഗാലറിയിലുള്ള ഫോട്ടോ, വീഡിയോകൾ തുടങ്ങിയ എല്ലാ ഫയൽസും നമുക്ക് ഇവിടെ ഒറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി അത് ഡിലീറ്റ് ആവേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കാണുന്ന ക്യാൻസൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന പോപ്പിൽ യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ ക്യാൻസൽ ചെയ്തു. ഓക്കെ. മാത്രമല്ല ഈ ആപ്ലിക്കേഷനിൽ ഫുൾ സ്കാൻ റൂട്ടഡ് റിക്കേർഡ് എന്ന അവിടെ റൂട്ടഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ റൂട്ട് ചെയ്ത മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ലഭിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ മുകളിൽ റീഫ്രഷ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ സ്റ്റക്ക് ആവുക, വർക്ക് ആവാതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡി ആവും. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ മുകളിൽ ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ്, എക്സ്പെരിമെൻ്റൽ, ഫീച്ചേഴ്സ്, ലൈസൻസ് അഗ്രിമെൻറ്റ്, അബൌട്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ അബൌട്ട് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുള്ളത് കാണാം. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയ ഫോട്ടോകളൊക്കെ നമുക്ക് റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്